ഇന്നലെ ജെയ്ക് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ കാണാത്ത ഒരു രാജുവേട്ടനെ ഐ നോബഡിയിൽ കാണാൻ പറ്റുന്നു. പക്ഷെ രാജുവേട്ടൻ മാത്രം അത് സമ്മതിക്കുന്നില്ല. ബാക്കിയുള്ള ക്രൂസ് എല്ലാം ഇതുവരെ കാണാത്ത രാജുവേട്ടനെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കും. എന്റെ ട്രെയിലറൊക്കെ കാണുന്ന സമയത്ത് ഇതുവരെ കാണാത്ത ഒരു ഫ്രഷ് ലുക്ക് ഉണ്ട്. ഇവൻ ഇപ്പോൾ കോസ്റ്റ്യൂമിലാണെങ്കിൽ പോലും ഇതുവരെ ഈ കഴിഞ്ഞ ഇടയ്ക്കൊന്നും കാണാത്ത രാജുവേട്ടൻ്റെ ഒരു ലുക്കാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതൊരു ഫ്രഷ് ലുക്ക്, ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഒരു കൺസെപ്റ്റ് നോക്കി തയ്യാറാണോ ചെയ്യുന്നത്? ഇതിൽ രാജീവന്റെ ലുക്കിന്റെ ഏറ്റവും വലിയ ബ്രീഫ് എന്ന് പറഞ്ഞാൽ രാജീവന്റെ ഒരു ലുക്കും നിങ്ങൾ ഓർമ്മയിൽ നിൽക്കരുത് എന്നുള്ളതാണ്. ബിക്കോസ് ഈസ് എ നോബഡി. അപ്പൊ നിങ്ങൾക്ക് ഈ സിനിമയിൽ എൻ്റെ ഏതെങ്കിലും ഒരു കോസ്റ്റ്യൂം, എൻ്റെ ഏതെങ്കിലും ഒരു ലുക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ ആ ഇമേജിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറ്റിയൊരു ഫെയിലിയറാണ്. നിസാം ഈ കഥാപാത്രത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്, സമീർ ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്ത് എഴുതിയിരിക്കുന്നത് ഇയാളുടെ ഒന്നും തന്നെ ആരുടെയും ഓർമ്മയിൽ നിൽക്കാത്ത രീതിയിൽ വേണം ഇയാൾ. കാരണം ഞാനിന്ന് രാവിലെ മറ്റൊരു പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ രാജീവിനും നീരയും ആർ ക്വിൻറ്റസെൻഷ്യലി നോബഡീസ്. ഒരുപക്ഷെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ 10 കൊല്ലമായിട്ട് നിങ്ങളുടെ അയൽക്കാരായി ജീവിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ അവരെ ഒരുപക്ഷെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. നമുക്കിടയിൽ തന്നെ ഒരുപാട് രാജീവന്മാരും മീരകളും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അത്രയും ഒരു ഫോർ ലാക്ക് ഓഫ് എ ബെറ്റർ വേർഡ് സമൂഹത്തിൽ എടുത്തു പറയത്തക്ക ഒരു ഐഡന്റിറ്റിയോ ഒന്നും ഇല്ലാത്ത ഒരു വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അസാധാരണമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലുക്കിനെ കുറിച്ചൊക്കെ ഞങ്ങൾ യൂഷ്വലി ഒരു ലുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു ക്യാരക്ടർ അതിന്റെ ലുക്ക് പെട്ടെന്ന് അതിന്റെ ലുക്ക് ഒരു കണക്ട് ഉണ്ടാകണം, ലുക്കിൽ പെട്ടെന്ന് റിക്കോൾ വാല്യൂ ഉണ്ടാകണം. അതിന് ഒരു തരത്തിലുള്ള റിക്കോൾ വാല്യൂ ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ലുക്കിന് വേണ്ടിയാണ് ഈ സിനിമയിൽ ട്രൈ ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഖലീഫയുടെ ഓരോരോ ലുക്കുകൾ ഇങ്ങനെ ആളുകൾ സ്പോട്ട് ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോൾ ഈ 20കളിൽ ഒരു 40കാരൻ്റെയും ഒരു മിഡ് 30s ഒക്കെ മെച്യൂരിറ്റി സ്ക്രീനിൽ തോന്നുന്ന പൃഥ്വിരാജിന് ഇപ്പൊ 40s എത്തുമ്പോൾ 20s ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ള കമന്റ്സ് എപ്പോഴും വരുന്നുണ്ട്. സോ അത് ശരിക്കും എങ്ങനെയാണ് അതിന് അത് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്താ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ ശരിക്കും? ഞാൻ ഓരോ സിനിമയുടെയും ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രത്തിന്റെ ലുക്ക് ആയിരിക്കുമല്ലോ എനിക്ക് ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഷൂട്ടിംഗ് വേളകൾക്കപ്പുറവും. അപ്പൊ ഇപ്പോ ആമിർ അലിയുടെ ലുക്കാണ്. അപ്പൊ അതിപ്പോ ഈ ആമിർ അലി ഭയങ്കര സുന്ദരനായിട്ടൊക്കെ ഇരിക്കണം എന്നുള്ളൊരു ബ്രീഫ് ആ തിരക്കഥയിലും ആ സംവിധായകന്റെ ബ്രീഫിനും ഉള്ളതുകൊണ്ട് ഞാൻ നടന്നു പോകുന്ന വീഡിയോ ഒക്കെ എടുത്ത് സ്ലോ മോഷനിൽ പിന്നെ പാട്ടൊക്കെ ഇട്ട് ഉണ്ട്. അപ്പൊ നോബഡി സമയത്ത് ഞാൻ എന്റെ ക്യാമറയിൽ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് നടന്നു പോകുന്ന വീഡിയോ കണ്ടാൽ ഇയാൾക്ക് എന്താ വയ്യേ എനിക്ക് ആൾക്കാർ ചോദിക്കുക. കാരണം ആ ലുക്ക് അങ്ങനെ ആയിപ്പോയി. നിസാം അതിനുവേണ്ടി നിസാം അതിനെ കൺസീവ് ചെയ്തത് രാജീവ് ഒരു ഫ്രസ്ട്രേറ്റഡ് ആയ ടയേർഡ് ആയ ഒരു മനുഷ്യനായിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോബഡി സമയത്ത് ഞാൻ സ്ലോ മോഷൻ നടക്കുന്ന വീഡിയോ നിങ്ങൾ കാണാത്തത്. അപ്പൊ അത് അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയിൽ എന്താണ് അതിന്റെ ലുക്ക് ആ സമയത്ത് ഷൂട്ടിംഗ് അല്ലാത്ത വേളകളിൽ അങ്ങനെയായിരിക്കും. സോ ഐ ഓൺലി ലുക്ക് ലൈക്ക് മൈ ക്യാരക്ടേഴ്സ്. അല്ലാതെ ഇപ്പോ 40, 20, 20, 40, 60, 30 കണക്കെനിക്ക് അറിയില്ല. പക്ഷെ ആക്ച്വലി നിങ്ങളെ കാണാൻ ഭയങ്കര നിങ്ങളുടെ പ്രായത്തിനേക്കാൾ ചെറുപ്പമാണ് എന്നുള്ളത് ഒരു കോംപ്ലിമെന്റ് ഒക്കെ ആണെങ്കിലും ഐ എം നോട്ട് ട്രൈങ് ടു ലുക്ക് യങ്. ഐ എം ജസ്റ്റ് ട്രൈങ് ടു ലുക്ക് ഗുഡ് ഫോർ എ 43-year-old. സാറേ സാറേ ഈ ക്യാരക്ടറിന് വേണ്ടി വല്ല ബോഡി വെയിറ്റ് കുറയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് അങ്ങനത്തെ ബ്രീഫൊന്നും അല്ല. രാജീവിന് അങ്ങനത്തെ ശരീരം എല്ലാ കഥാപാത്രങ്ങൾക്കും അത്തരത്തിലൊരു ബ്രീഫൊന്നും ഇല്ല. എല്ലാ സിനിമകൾക്കും എല്ലാ കഥാപാത്രങ്ങൾക്കും ഈ ശരീരം ഇങ്ങനെ ആക്കൂ, ശരീരം ഇങ്ങനെ ആക്കണ്ട, അങ്ങനെ ബ്രീഫൊന്നും ഇല്ല. ഒരു ഫിസിക്കാലിറ്റിക്ക് ഒരു ബ്രീഫൊക്കെ കിട്ടുന്നത് ചില കഥാപാത്രങ്ങൾക്ക് മാത്രമാണ്. രാജീവിനെ സംബന്ധിച്ചിടത്തോളം ബി ആസ് അൺറിമാർക്കബിൾ ആസ് പോസിബിൾ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയാൾ എടുത്തു പറയത്തക്ക ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് രാജീവ്. ഇൻ ടേംസ് ഓഫ് അയാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അയാളെ നിങ്ങൾ ഒരു പക്ഷേ ഇൻ റിയൽ വേൾഡ് രാജീവിനെ കണ്ടാൽ യു ഷുഡ് ബി ഈവൻ ഗിവിങ് എ സെക്കൻഡ് ലുക്ക്. അത്തരത്തിലുള്ള ഒരു കക്ഷിയാണ്. അല്ലാതെ ഇങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ടി തടി ഉറക്കൂ അല്ല അങ്ങനത്തെ ബ്രീഫൊന്നും നിസാമോ സമീറോ എനിക്ക് തന്നിട്ടില്ല. രാജുവേട്ടാ, ഹലോ. രാജുവേട്ടാ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇന്റർവ്യൂവിൽ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ലൈഫിൽ നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പം താങ്കൾ അതെല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞ സംഭവം ഇലുമിനാറ്റി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. അത് താങ്കൾ ലൈഫിൽ കാത്തു സൂക്ഷിച്ച് കുറേ ഡിസിപ്ലിൻസും കാര്യങ്ങളും കൂടെ തന്നെയാണത്. അപ്പം താങ്കൾ എന്താണ് ആ ഡിസിപ്ലിൻസ് എന്തൊക്കെയാണെന്ന് പറയാമോ?
അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിൻ എനിക്കത് അതിന്റെ ഉത്തരം എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ പിന്നെ ഈ 10 വർഷം മുമ്പത്തെ ആ ചോദ്യം ചോദിച്ച് നിങ്ങൾക്ക് മടുക്കുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഉത്തരം പറഞ്ഞ് എനിക്ക് മടുത്തു തുടങ്ങി. ഇലുമിനാറ്റി 10 വർഷം മുമ്പ് അബദ്ധത്തിനൊരു ഇന്റർവ്യൂ കൊടുത്തു എന്നുള്ള ഈ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ കൃത്യമായിട്ടൊരു ഉത്തരവില്ല. അതിന് ഞാൻ ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയതെന്ന് പറയാൻ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമയെ. എനിക്ക് സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് ഇന്ന് ഏറ്റവും എനിക്ക് സന്തോഷം തരുന്നത് ഫിലിം ഉണ്ടാക്കുക, ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആയി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സന്തോഷം ഉള്ളിടത്തോളം കാലം എനിക്ക് സംതിങ് ഐ വാണ്ട് ടു കീപ് ഗോയിങ് ബാക്ക് ടു ഇങ്ങനെയൊക്കെ പോകുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ആഗ്രഹങ്ങൾക്ക് ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. യു കെൻ ഡ്രീം ആസ് ബിഗ് ആസ് യു വാണ്ട്. ഇപ്പൊ ഞാൻ ഭയങ്കര ആ കാര്യത്തിൽ ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ള ആളാണ്. ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണുന്നതാണ്. ആൻഡ് ഐ വിൽ ട്രൈ ഓൾസോ. അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. എല്ലാ സ്വപ്നങ്ങളും നടന്നൊന്നുമില്ല. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും നടക്കാത്തത് ഇസ് ഓക്കെ. പക്ഷെ അതിനുവേണ്ടി ട്രൈ ചെയ്യാത്തത് ഐ എം നോട്ട് ഓക്കെ. അത്രേ ഉള്ളൂ. ഒരുപാട് ബീങ് സമ്മടി എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു ക്യാരക്ടർ, ഒരു മാഫിയ പോൺ അല്ലെങ്കിൽ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് നിൽക്കുന്നത് അതിനൊരു പ്രിപ്പറേഷൻസ് ഉണ്ടാവും. അതായത് എന്താ പറയുക, എന്റെ ക്യാരക്ടറിന്റെ ഫിസിക്കിന്റെ പോലെ എന്തൊരു സാധനം ബീങ് സമ്പടിയാണ്. ബീങ് നോബഡി എന്ന് പറയുന്നതിന് എത്രത്തോളം ഉണ്ട്. ഒരു സാധാരണക്കാരനൊരു മിഡിൽ ക്ലാസ് ആവറേജ് ലൈഫിൽ അവൻ ഫേസ് ചെയ്യുന്ന ഇപ്പം ഡാർവിന്റെ പരിണാമത്തിനകത്ത് ഒരു മിഡിൽ ക്ലാസ് ആവറേജ് മാന്റെ സ്ട്രഗിൾസും പിന്നീട് അവൻ പ്രതികരിക്കുമ്പോൾ ഉള്ള ഇതിലും ഉണ്ട്. ഇപ്പം റോബിൻ ഹുഡ് നോക്കുകയാണെങ്കിൽ അതിലെ ഒരു നായകൻ എങ്ങനെ ഇതിലേക്ക് വരുന്നു എന്നുള്ളവരുണ്ട്. സപ്തമേശ് ശ്രീ തസ്കരയില് ആ സിനിമയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. സാധാരണക്കാര് തന്നെ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്നൊരു ഇതാണ്. ഇത് ഈ നോബഡിയിൽ എങ്ങനെയാണ് രാജീവ്? ഞാൻ നേരത്തെ പറഞ്ഞാണ്, എന്നെ ഏതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം the distance to a somebody and the distance to a nobody is usually the same. കാരണം രാജീവനിൽ നിന്നും ഇപ്പോൾ അടുത്ത ഞാൻ ഷൂട്ട് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് ആമിർലിയിൽ നിന്നും ഒരേ ദൂരമാണ് എനിക്കുള്ളത്. ഞാൻ രാജീവനുമല്ല, ഞാൻ ആമിർലിയുമല്ല. അപ്പൊ ഈ രണ്ട് കഥാപാത്രങ്ങളും ഒരേ ദൂരത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അവരിലേക്ക് എത്താനുള്ള പ്രോസസ്സ് രണ്ടും ഡിഫറെന്റ് ആണ്. അത് രണ്ടും ഡിഫറെന്റ് ആണെന്നുള്ളതാണ് ആസ് എൻ ആക്ടർ ഇതിൽ എന്റെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ രാജീവൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു തിരക്കഥാകൃത്ത് ആ ക്യാരക്ടറിനെ എഴുതി, ഒരു സംവിധായകൻ ആ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തു. അവരെനിക്ക് പറഞ്ഞുതരും ഇങ്ങനെയൊക്കെയാണ് നമ്മളത്. അപ്പൊ ഞാൻ അവര് പറയുന്നതിൽ നിന്നും അവരെഴുതിയ തിരക്കഥ വായിച്ചതിൽ നിന്നും ഞാൻ ഇമാജിൻ ചെയ്യുന്ന ഒരു രാജീവനുണ്ടല്ലോ, ആ രാജീവനെയാണ് ഞാൻ പെർഫോം ചെയ്യുക. അപ്പൊ ചില സമയങ്ങളിൽ നിസാം പറയും അല്ല ഇതല്ല, ഇങ്ങനെയല്ല, എനിക്ക് വേണ്ടത് ഇങ്ങനെയാണ്. ചില സമയങ്ങളിൽ ഞാൻ നിസാമിനോട് പറയുന്ന സമയത്ത് എനിക്ക് ഇത് വർക്കാവുന്നില്ല, അപ്പം ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആക്ച്വലി അത് ചിന്തിച്ചത്, ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ചോദിക്കും. ആ ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സിന്റെ എൻഡിൽ സ്ക്രീനിൽ വരുന്ന കഥാപാത്രമാണ് രാജീവനും. ഇതുപോലൊരു കൊളാബറേറ്റീവ് പ്രോസസ്സിന്റെ സ്ക്രീനിൽ വരുന്ന കഥാപാത്രമാണ് നജീബും അല്ലെങ്കിൽ ഖലീഫയിലെ ആമിർ അലിയും വാരണാസിയിലേക്ക് മുംബൈയും ഒക്കെ തന്നെ അങ്ങനെ വരുന്നതാണ്. അപ്പോ ഇറ്റ്സ് ദ സെയിം ഫോർ മീ. ബീങ് somebody, being nobody, it's all the same. ആക്ടറെ സംബന്ധിച്ചിടത്തോളം രണ്ട് കഥാപാത്രങ്ങൾ എന്നുള്ളത് തന്നെയാണ്. നോർമലി നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ഇപ്പൊ ക്യാരക്ടർ അപ്രീസിയേഷൻ കിട്ടാൻ ചെറിയൊരു പ്രോസസ്സ്. പക്ഷേ അത്രയും ജഡ്ജഡ് ആയി നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ഓവറായിട്ട് ആ കഥാപാത്രം അത്രത്തോളം ഡീപ്പായിട്ട് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അത് പ്രോസസ്സ് ശരിയല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആളുകൾ ജഡ്ജ് ചെയ്ത് ക്യാരക്ടേഴ്സ് എന്താ പറയാ ഓവർ ജഡ്ജിങ് ആയിട്ട് ചെയ്യുന്ന ഒരു പീരീഡാണ് ഇപ്പം. അപ്പം ഉള്ളൊഴുക്കിലെ കഥാപാത്രമൊക്കെ കേൾക്കുന്ന ആളുകൾ അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു. അപ്പം ഈ സിനിമയിലെ മീരയുടെ കഥാപാത്രം എത്രത്തോളം പ്രേക്ഷകനെ കണക്ട് ചെയ്യാൻ പറ്റും? ഐ ഹോപ്പ് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഉള്ളൊഴുക്കിലെ അഞ്ജു എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലെ തന്നെ ഞാൻ ഒരുപാട് മീരയെ മീറ്റ് ചെയ്തിട്ടില്ല. ഐ ഹാവ് നോട്ട് മെറ്റ് സംബഡി ഹു ഹാസ് ഗോൺ ത്രൂ ഹെർ ലൈഫ് സർക്കംസ്റ്റാൻസ്. അതുകൊണ്ട് ഞാൻ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു സമീറും നിസാമുമായിട്ടുള്ള ഡിസ്കഷൻസ്. ഓൾസോ if people are judging or ഒരുപാട് ഇപ്പം സിനിമയെ പറ്റിയിട്ടും ആക്ടിങ്ങിനെ പറ്റിയിട്ടും ഈ ക്രാഫ്റ്റിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കൂടുതൽ ഇൻഫർമേഷൻ ഉള്ള ഒരു കാലമാണ്. ആൻഡ് there is a lot of critique happening. Anybody can put up a video about it. For me it's very inspiring that this, because it makes me want to break out of that. And in ആ ഒരു പ്രോസസ്സിൽ if I do fail also, I think it's a really cool thing to have.
ബിക്കോസ് ഇപ്പോഴത്തെ ഒരു കൾച്ചറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ യു ആർ നോട്ട് അലൗഡ് ടു ഫെയിൽ, യു മസ്റ്റ് നോട്ട് എന്നുള്ളൊരു സ്യൂഡോ പ്രഷറുണ്ട്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു സീ ഇഫ് ഐ എം ഡൂയിങ് സംതിങ് ന്യൂ ആൻഡ് ഇഫ് ഇറ്റ് ഡസൻ ഹിറ്റ് ഐ മേക്ക് എ ബെറ്റർ അറ്റംപ്റ്റ് നെക്സ്റ്റ് ടൈം. പക്ഷേ മീരയുടെ കാര്യത്തിൽ എനിക്ക് ഒരു നല്ല ഡീസെൻറ്റ് ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഹൗ ദ ടീം സെറ്റ് ഇറ്റ് അപ്പ്. എനിക്കവിടെ മീരയുടെ കോസ്റ്റ്യൂം ഇട്ട് അവിടെ പോയി ഐ ജസ്റ്റ് ഹാഡ് ടു എക്സിസ്റ്റ് എസ് മീര. എവറിത്തിങ് എൽസ് ഇസ് ടേക്കൻ കെയർ ഓഫ്. ബി രാജീവൻ ബി രാജീവൻ, നിസാം ആൻഡ് സമീർ ഗൈഡിങ് മീ ദ റൈറ്റ് വേ. ഒരുപാട് സമയത്ത് ഓഫ് കോഴ്സ് നിസാം ഇസ് എ കൈൻഡ് ഓഫ് ഡയറക്ടർ ഹു വിൽ ബി ലൈക്ക് യു ഗോ ബി വാട്ട് എവർ യു തിങ്ക് മീര ഇസ്. അതിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എന്നുള്ള. ആൻഡ് ഇൻ ദാറ്റ് വേ ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം അതർ ഡയറക്ടേഴ്സ് ഐ ഹാവ് വർക്ക്ഡ് വിത്ത്. സോ I don't think I'm underconfident about our connect because അത്രയും വെൽ വോവൻ ആയിട്ടുള്ള ക്യാരക്ടറാണ് മീര. ഷീ ഡസൻറ്റ് ലൈക്ക് സ്റ്റാൻഡ് ഔട്ട് ആസ് എ സെപ്പറേറ്റ്. പൃഥ്വി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദീസ് ആർ നോട്ട് അബൌട്ട് ഹൗ മച്ച് പീപ്പിൾ വിൽ റിമെമ്പർ ദീസ് ക്യാരക്ടേഴ്സ്. റിലേറ്റബിലിറ്റി ആണ്. ആൻഡ് ഐ തിങ്ക് വി ഗോട്ട് സംതിങ് സ്പെഷ്യൽ. അതേപോലെ മാം ഈ പറഞ്ഞ പോലെ നമ്മളൊരു കഥാപാത്രം ചെയ്ത് ഈ പറഞ്ഞ പോലെ ഒരു അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പൊസിഷനിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓഡിയൻസിലേക്ക് നമ്മൾ റീച്ചബിൾ ആവുക. മാം ഇപ്പം പറഞ്ഞതുപോലെ ചിലത് റീച്ച് ആവും, ചിലത് റീച്ച് ആവത്തില്ല, ചിലത് കണക്റ്റഡ് ആവത്തില്ല. അപ്പൊ ഈ കണക്റ്റഡ് ആവാതെ വരുമ്പോൾ ഓഡിയൻസിൽ നിന്ന് റിയാക്ഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ചിലത് അക്സെപ്റ്റബിൾ ആകും, ചിലത് ഭയങ്കര ക്രിട്ടിക് ആയിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? ചിലർ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ എത്തിച്ചല്ലോ, ചില പല എക്സാം പാസ് ആയതുകൊണ്ട് ഞാൻ എല്ലാ എക്സാം പാസ് ആവണം എന്നൊരു ഓട്ടോമാറ്റിക് പ്രഷർ ഉണ്ടാവില്ല. ആസ് ആൻ ആക്ട്രസ് എത്രത്തോളം ആ പ്രഷർ ഫേസ് ചെയ്യുന്നു? It's impossible to always get it right. അതൊരു unnecessary expectation and pressure to put on self-worth. Couple of things, like somebody asked Prithvi about, you know, how he manifested and made sure all this thing. He enjoys his work, so hence he makes sure like he'll achieve that. Or even if the achievement is not there, our enjoyment is there. It's very similar like that for me. ഞാനൊരു സെറ്റിലുള്ള സമയത്ത് എൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, എൻ്റെ ROI is the fact that I am having a great time on set. And my only promise is that നിങ്ങൾ പൈസ കൊടുത്ത് സിനിമ കാണാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും സിൻസിയർ മോസ്റ്റ് എഫേർട്ട് യു വിൽ സീ ഓൺ സ്ക്രീൻ. I won't take that for granted. പക്ഷേ for example, I've had people come and say that, oh, you were amazing in Rajima, and then some other people are like, oh, what did you do? And I'm okay with that because that is your experience of watching that film. It doesn't take away the fact that Vinod and I had a great time making the film. So two things can be true at the same time, and as long as എൻ്റെ ആ ഒരു ഉദ്ദേശിച്ചുദ്ധി അവിടെ ഇമ്പാക്റ്റ് ആണെങ്കിൽ I am sure that I will continue to put my best foot forward. Thanks. രാജേട്ടാ, ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പൊ പുതിയ സിനിമ എല്ലാവരും ചോദ്യങ്ങളും മാത്രമേ ചോദിക്കണം. നോബഡി എങ്ങനെയാണ് രാജു സാറിലേക്ക് എത്തിയത്?